हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം 40-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അജ്ഞശ്ച അശ്രദ്ധധാനശ്ച സംശയാത്മാ വിനശ്യതി ന്യായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മന. മലയാളം: നശിക്കുമജ്ഞൻ അശ്രദ്ധൻ സംശയം പിടിപെട്ടവൻ സംശയാത്മാവിനങ്ങിങ്ങും നിശ്ചയം സുഖമില്ല കേൾ. അജ്ഞഃ ച അശ്രദ്ധധാനഃ ച സംശയാത്മാ വിനശ്യതി. തത്വജ്ഞാനവും ശ്രദ്ധയും ഒന്നുമില്ലാതെ എല്ലാറ്റിനും സംശയം, എല്ലാ കാര്യങ്ങളും സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന ആൾ നശിച്ചു പോകുന്നു. സംശയാത്മനാഹ അയം ലോകഃ പരഃ ച ന അസ്തി സുഖം ന അസ്തി. സംശയാലുവായ മനുഷ്യന് ഇഹലോകവുമില്ല പരലോകവുമില്ല, ഒരു സുഖവും കിട്ടുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ശ്രദ്ധയും ജ്ഞാനവും ഉള്ളവന് പരമശാന്തി പ്രാപിക്കാം എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ വിപരീതം പറയാണ്. അങ്ങനെ ഇല്ലാത്തവൻ്റെ ഒരു അവസ്ഥ പറയാണ്. ഒരു ശ്രദ്ധയില്ല, ഒരു കാര്യത്തിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് ഒന്നിനെ പറ്റിയിട്ടും ചിന്തയില്ലാത്തൊരു മനുഷ്യൻ, ഒന്നിലും വിശ്വാസമില്ല, ഒരു കാര്യത്തിലും വിശ്വാസമില്ലാത്ത മനുഷ്യന്മാർ അവരെന്തായാലും ഒരു കാര്യത്തിലും വിശ്വാസമില്ല. അപ്പോൾ ചില സമയത്ത് അവർക്ക് ഓരോ ഫലങ്ങൾ വരുമ്പോൾ വിശ്വസിക്കേണ്ടി വരും. എന്നാൽ പോലും ഇപ്പം ഞാൻ വിശ്വസിക്കണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അല്ലേ. നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാതെ ഒട്ടും വിശ്വാസമില്ല, ഈശ്വരനിലൊന്നും ഒരു വിശ്വാസമില്ല. പക്ഷെ ചിലപ്പോൾ നമ്മളെ തേടി നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് ഈശ്വര നിശ്ചയമാണോ അല്ലെങ്കിൽ ഈശ്വരൻ മൂലമാണോ എനിക്കിത് വന്നത്, ഈ ഭാഗ്യം എന്ന് ചിന്തിക്കേണ്ടി വരും ചില സമയത്ത്. എന്നാലും കൺഫ്യൂഷനാണ്. അപ്പോൾ ആകെപ്പാടെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. കാരണം എല്ലാ കാര്യങ്ങളും സംശയമാണ്. ഇത് അതുകൊണ്ടാണോ, ഇത് ഈ കാരണം കൊണ്ടാണോ എന്നിങ്ങനെ സംശയമാകുമ്പോൾ ടോട്ടൽ ഒരു കൺഫ്യൂഷൻ അടിച്ചിട്ട് ജീവിതം തന്നെ ഒരു അസ്ഥിരമായിട്ട് മാറും അവർക്ക്. അപ്പോൾ അവർക്കൊരു ഈ ടെൻഷൻ കാരണം ഒരു സുഖവും അനുഭവിക്കാൻ പറ്റില്ല. ഈ ലോകത്തിൽ എന്താണ് നടക്കണത് എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നിലും ചിന്തയില്ലല്ലോ, ഒരു കാര്യത്തിലും ചിന്തയില്ലാത്തതുകൊണ്ട് അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മൾ ശരിക്കും എന്താണ് വേണ്ടത്, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ നന്നായിട്ട് വിശകലനം ചെയ്യണം. വിശകലനം ചെയ്തിട്ട് ഒരു ഗുരുവിനെ, നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ പോലെ നമുക്കൊരു നല്ലൊരു ഗുരുവിനെ കിട്ടുകയാണെങ്കിൽ ആ ഗുരുവിനോടുള്ള ഒരു സാമീപ്യം കാരണം നമുക്ക് വളരെ നല്ല തത്വങ്ങൾ മനസ്സിലാക്കാനും ആ തലത്തിൽ ബുദ്ധിയെ വികസിപ്പിച്ച് ജീവിക്കാനും പറ്റും. ഇനി പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ഒരു ഗുരുനാഥനെ നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇത്രയും മഹർഷിതുല്യരായിട്ടുള്ള എത്രയോ മഹാത്മാക്കൾ എഴുതി വെച്ച തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളിൽ വിശ്വസിക്കണം. കാരണം എനിക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടിയില്ല ഇതുവരെ. ശരി, എങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ വിശ്വസിക്കുക തന്നെ വേണം. അപ്പം അതൊക്കെ അതൊന്നും പറ്റില്ല, അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സംശയദൃഷ്ടിയ വീക്ഷിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒന്നാമത് കുറേ അധികം കഥാപാത്രങ്ങളുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കും, അത് സത്യമാണോ, അതിലെഴുതിയത് ശരിയാണോ, ഇത് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടില്ല. അപ്പം നമുക്കറിയില്ലല്ലോ, അറിയാത്ത കാര്യങ്ങൾ എത്ര എണ്ണമുണ്ട്, എന്നാലും നമ്മൾ വിശ്വസിക്കുന്നില്ലേ. കാണാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, നമുക്കുള്ള അനുഭവമുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നില്ല. അതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വിശ്വസിക്കണം. പിന്നീട് നമുക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ഒന്ന് ഇപ്പം പുറത്തുള്ള നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള സ്ഥലങ്ങളായാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ പോയി ചെന്ന് ഒന്ന് വിശകലനം ചെയ്യാം. അങ്ങനെ ഉണ്ടായിരുന്നോ, ശരി, ഞാൻ അന്ന് വിശ്വസിച്ചു, പക്ഷേ ഇപ്പോഴാണ് കാണാൻ പറ്റിയത് അല്ലേ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഒരു കാര്യത്തിലും വിശ്വാസമില്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തിനാണ് വിശ്വസിക്കാതെ ഇരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ രാവിലെ ഇഡ്ഡലി കഴിക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, ഇത്
നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ അവയവത്തിൽ കൂടിയും പോയിട്ട് ആ അവയവങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിച്ച് അവസാനം വേസ്റ്റായിട്ടൊരു പേസ്റ്റായിട്ടാണ് പുറത്തു പോകുന്നത്. അല്ലേ? അതൊരത്ഭുതമല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെ, എനിക്ക് സത്യം പറയാച്ചാൽ എപ്പോഴാണ് സങ്കടം വരണത്, ബയോളജി എടുത്ത് പഠിക്കായിരുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളറയൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതല്ലേ അല്ലേ? അതിൽ ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലങ്ങളിലേക്കും ബ്ലഡ് ഒക്കെ പോകുന്നതും ഫുഡ് ഡൈജഷൻ നടക്കുന്നതും എല്ലാം ഓരോ പാർട്സും അവരവരുടെ കൃത്യങ്ങൾ വളരെ കൃത്യമായിട്ടല്ലേ, എന്തൊരു ടൈം ടേബിളിൽ അവരൊക്കെ ജീവിക്കുന്നതെന്ന് നോക്കൂ. നമ്മൾ ഈ ജീവൻ നിലനിർത്തുമ്പം നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിൽ പുറത്തേക്ക് തുറന്നിട്ട് അത് കണ്ണ് കാണുന്നു കേൾക്കുന്നു എന്നൊക്കെ ഉള്ളതുപോലെ തന്നെ ഫുഡ് നമ്മുടെ വയറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സലൈവയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തൊണ്ടയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും തന്നെ പിന്നീട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അമ്മിയിൽ അരച്ച പോലെ പേസ്റ്റായിട്ടാണ് പിന്നെ പുറത്തേക്ക് പോകുന്നത്. ഇതൊരു അത്ഭുതം തന്നെയല്ലേ? ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മുടെ ശരീരം ശരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അത്ഭുതമാണ്. ഇപ്പോൾ പ്രകൃതിയിൽ സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ, സൂര്യൻ കടലിൽ മുങ്ങി താഴുന്നു, അപ്പോഴേക്കും ചന്ദ്രൻ പൊന്തി വരുന്നു എന്നൊക്കെ. അതൊക്കെ സോളാർ സിസ്റ്റം, അതിൻ്റെ റൊട്ടേഷൻ, എല്ലാം ഇങ്ങനെ കൃത്യാണ്. അല്ലാണ്ട് ഭൂമി ഒരു ദിവസം 24 hours അടുത്ത ദിവസം 40 hours അല്ലല്ലോ ചുറ്റുന്നത്. അതിനെല്ലാറ്റിനും എല്ലാം അത്ഭുതങ്ങൾ തന്നെയാണ്. പക്ഷെ അല്ലെങ്കിൽ നമ്മളവിടെ എഴുതി വെച്ച കാര്യങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ അങ്ങനെ രണ്ടും പറ്റാത്തവരാണ് ആകെ കൺഫ്യൂഷനായിട്ട് നടക്കുന്നത്. അങ്ങനെയുള്ളവന് ഇഹലോകത്തിലും പരലോകത്തിലും യാതൊരു സമാധാനവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഈ നിരീശ്വരവാദികൾ വന്നിട്ട് ഇതെല്ലാം ഇപ്പോൾ സയൻസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. എന്തൊക്കെ സയൻസായാലും സയൻസിൽ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അതപ്പം മിന്നൽ പ്രളയം വന്നു പെട്ടെന്ന്. ആരാണ് നിശ്ചയിക്കുന്നത്? അത് മേഘവിസ്ഫോടനം, അത് തന്നെ അങ്ങനെ വരുന്നതല്ല, എന്തെങ്കിലും കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആ കാരണം ഇതിവിടെ പ്രളയം വരണോ, മഴ ഇത്രയും കാലം നിൽക്കണോ, അല്ലെങ്കിൽ സമ്മർ വരണോ, അതൊക്കെ നിശ്ചയിക്കുന്നത് എല്ലാം ഒരു ഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം. അത്ര വിശ്വസിച്ചാൽ മതി. അതിനെ എന്ത് വേണമെങ്കിൽ പേരിടാം നമുക്ക്, പക്ഷെ അത്രയെങ്കിലും നമ്മൾ വിശ്വസിക്കണം. നമ്മളെപ്പോൾ ജനിക്കണം, നമ്മുടെ മരണം എപ്പോഴാണ്, എല്ലാവർക്കും പ്രവചിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തൊരു നല്ലതല്ലേ. നമ്മളെപ്പോൾ മരിച്ചു പോകുന്നു, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നിച്ചങ്ങോട്ട് ചെയ്തു വയ്ക്കായിരുന്നു. ഇന്ന ദിവസം നമ്മുടെ മരണം എത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ. അതുപോലും നമുക്കറിയില്ല. ഇനി മരിച്ചു കഴിഞ്ഞാൽ ഈ ദേഹം വിട്ട് നമ്മൾ വേറെ ദേഹം എടുത്ത് എന്ന് പുനർജനിക്കും, അതും അറിയില്ല. ഒരു കുട്ടി എപ്പോൾ ജനിക്കണം, എപ്പോഴും വിചാരിച്ച സമയത്ത് കുട്ടി ജനിക്കണം എന്നില്ല. ചിലപ്പോൾ വിചാരിക്കാതിരിക്കുമ്പോഴായിരിക്കും വരുന്നത്. അതൊക്കെ അത്ഭുതങ്ങളാണ്. അപ്പോൾ എല്ലാതും ഇങ്ങനെയുള്ള അത്ഭുതങ്ങളാണെന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ കുറച്ച് ഈശ്വരവിശ്വാസമുള്ളവരുടെ പ്രശ്നം, നമ്മളെമാരത്തെ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഈശ്വരനിൽ വിശ്വാസമുണ്ട്, അപ്പോൾ അതൊരു വിശ്വാസം മാത്രമാണ്. നമുക്കൊരു ഉറപ്പൊന്നുമില്ല ഇത് കിട്ടും എന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് അപ്പോഴും നമുക്ക് എന്താണ്, സ്വസ്ഥതയില്ല. ഈശ്വരവിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഒരിക്കലും ജീവിതത്തിലൊരു തിരിച്ചടി വന്നു ഉടനെ എന്താ ചെയ്യണത്? ഭഗവാനെയാണ് കുറ്റം പറയുന്നത്. അയ്യോ എന്താ അത് ഭഗവാൻ കാണിച്ചത്, എനിക്ക് ഇങ്ങനെയൊക്കെ കഷ്ടങ്ങൾ വരുത്തിയല്ലോ. അപ്പോഴും നമുക്ക് ആശങ്ക തന്നെയാണ്. ആ ആശങ്ക കാരണമാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അതേസമയത്ത് നിരീശ്വരവാദികൾ കുറച്ചും കൂടെ ബെറ്ററാണ് നമ്മളെക്കാളും, കാരണം അവർക്ക് ഒന്നിലും വിശ്വാസമില്ലല്ലോ. പക്ഷേ എന്താ വെച്ചാൽ അവിടെയും നിലനിൽപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഈ കുറച്ചുള്ള ഈശ്വരവിശ്വാസം ദൃഢമായിട്ട് ഭഗവാൻ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പം നമുക്ക് ഭയം കൂടാതെ തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. ഒരു ഇല ഒന്ന് അനങ്ങണമെങ്കിൽ ഒരു ശക്തി അവിടെ വേണം, അത്ര അറിഞ്ഞാൽ മതി. ആ ശക്തിനെയാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ കണ്ടായിരുന്നു ഒരു കാര്യം. ഏതോ ഒരു പാരൻസ് അവരുടെ ദമ്പതിമാരുടെ മകൻ മരിച്ചുപോയി. വലിയ കുട്ടിയാണ്, 22 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി മരിച്ചു പോയപ്പോൾ അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റിയില്ല. ഓരോ അച്ഛനും അമ്മയ്ക്കും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല മക്കളുടെ മരണം നമ്മുടെ കൺമുന്നിൽ നടക്കുമ്പോൾ. അപ്പോൾ അത് നടന്നു. അവരതിൽ വളരെ ദുഃഖിതരായി. അവസാനം അവരതിന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ പൂജാമുറി കംപ്ലീറ്റായിട്ട് കുറച്ചു കാലം അങ്ങനെ വെച്ചു. പക്ഷെ പിന്നീട് അവർക്ക് ഭഗവാനോട് വീണ്ടും വീണ്ടും ദേഷ്യം വരികയാണ്, ഇങ്ങനെ ചെയ്തല്ലോ ഭഗവാനേന്ന്. അത് കർമ്മഫലമാണ്. അത് വിശ്വസിക്കുന്നതിന് പകരം ആ പൂജാമുറി മുഴുവനും തട്ടി ഒഴിവാക്കി, അവിടെ ഉണ്ടായിരുന്ന സകലമാന ഫോട്ടോസും എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി. ദൈവത്തിനോട് വളരെയധികം പരിഭവം. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോൾ അവർക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും കിട്ടില്ല.
അപ്പോൾ ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു തിരിച്ചടി വരുമ്പോൾ അപ്പോൾ എന്തിനാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഈശ്വരനിൽ? തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? എന്നെ എപ്പോഴും സുഖമായിട്ട് വെക്കണം ഭഗവാനെ, എനിക്ക് ദുഃഖങ്ങളൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നിയത്. ഇപ്പം ഈ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അത്ഭുതമാണ്, ഇതൊക്കെ നടന്ന കാര്യങ്ങളാണോ എന്ന്. പക്ഷെ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, അജ്ഞനും അശ്രദ്ധനും ഇഹലോകത്തിൽ ചിലപ്പോൾ കുറച്ച് സുഖങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷെ സംശയാത്മാവിനാണെങ്കിലോ ഇഹത്തിലും പരത്തിലും യാതൊരു സുഖവും കിട്ടില്ല, ഒന്നും തന്നെ ആസ്വദിക്കാൻ പറ്റില്ല. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും സംശയമാണ്. അപ്പോൾ വായിൽ വായ്പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വിഷമം തോന്നില്ലേ? അതുപോലെ ചുറ്റുപാടുകളൊക്കെ എത്ര നല്ലതാണെങ്കിലും ശരി, ഈ സംശയാലുവിന് സംശയം കൊണ്ട് ആ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കലും പറ്റുന്നില്ല. ഇനി 41-ാമത്തെ ശ്ലോകം. യോഗസന്യസ്ത കർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. മലയാളം: ത്യാഗത്താൽ കർമ്മഫലവും ജ്ഞാനത്താൽ സംശയങ്ങളും നീങ്ങിയോരാത്മാവെന്നും കർമ്മബന്ധത്തിൽ ഉൾപ്പെടാം. ഹേ ധനഞ്ജയ, യോഗസന്യസ്ത കർമാണം, യോഗം കൊണ്ട് കർമ്മത്തെ സന്യസിച്ചവരും ജ്ഞാനസംഛിന്ന സംശയം, ജ്ഞാനം കൊണ്ട് സംശയം ഒഴിവാക്കിയ സംശയത്തെ ഛേദിച്ചവനും ആത്മവന്തം കർമാണി ന നിബധ്നന്തി, ആത്മലാഭമുണ്ടായ മഹാത്മാവിനെ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല. ഇവരതെല്ലാം ജയിച്ചു കഴിഞ്ഞു. ജ്ഞാനം കൊണ്ട് സംശയത്തെ ജയിച്ചു കഴിഞ്ഞു, യോഗം കൊണ്ട് കർമ്മത്തെ സന്യസിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളവർക്ക് കർമ്മങ്ങൾ യാതൊരു ബന്ധനവും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇവിടെ യോഗിയുടെ കാര്യം വീണ്ടും തുടരുകയാണ്. കർമ്മയോഗത്തിലൂടെ ഫലാസക്തിയൊന്നും പ്രതീക്ഷിക്കാതെ ധർമ്മം ചെയ്ത് എല്ലാ സംശയങ്ങളും വെടിഞ്ഞ് ഒരേ ലക്ഷ്യം, അവർക്ക് ആ ലക്ഷ്യത്തിൽ മനസ്സൂന്നിക്കഴിഞ്ഞാൽ ജീവൻ ആത്മാവ് തന്നെയാണ് എന്ന അനുഭവം ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ഒരാളെ കർമ്മബന്ധങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല. അപ്പം ജ്ഞാനം, അത്രയ്ക്കും നമ്മൾ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആസക്തി കംപ്ലീറ്റ് ആയിട്ടും പോവും, അഹന്ത നശിക്കും. അപ്പം നമ്മൾ കർമ്മബന്ധത്തിൽ നിന്ന് മോചനം കിട്ടും. അപ്പം നമ്മൾ സ്വപ്നം കാണുകയാണ്, ഞാൻ ഒരാളെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ അയാളെ കൊന്നു എന്നുള്ളതുകൊണ്ട് എന്നെ പിടിച്ച് ജയിലിലിടില്ല, ശിക്ഷിക്കപ്പെടുകയില്ല. കാരണം അത് സ്വപ്നമായിരുന്നു. ഉണർന്നപ്പോൾ സ്വപ്നം തീർന്നു. അതുപോലെ കർമ്മങ്ങൾക്ക് ബന്ധിക്കാനും കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊക്കെ പറ്റുന്നത് ജീവനെ മാത്രമാണ്. അപ്പോൾ ജീവൻ ആത്മഭാവത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങൾക്ക് അതിനെ ബന്ധിക്കാൻ സാധിക്കില്ല എന്ന് അർജുനനെ ഉപദേശിക്കുകയാണ്. അതായത് ജ്ഞാനം, ഒരു നല്ലൊരു ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുണ്യം പാപം, ഈ പ്രസൻറ്റ് എന്താ, അല്ലെങ്കിൽ അതായത് ഇന്ന് നടക്കുന്ന എന്താ, ഫ്യൂച്ചർ നാളെ എന്താ നടക്കുക, ഇനി ഇന്നലെ എന്തായിരുന്നു, ഇതൊന്നും നമുക്ക് ചിന്തിക്കാനേ പോകുന്നില്ല നമ്മൾ. അതുകൊണ്ട് സംശയമില്ല, ഒരു കാര്യത്തിന് സംശയമില്ല. നേരത്തെ സംശയാലുവിൻ്റെ കഥയാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇരുട്ടാണ്, ഒരു റൂമിൽ മുഴുവൻ ഇരുട്ടാണ്. അവിടുന്ന് എനിക്കൊരു സാധനം എടുക്കണം. അപ്പം ഞാനത് തപ്പി തടഞ്ഞ് എങ്ങനെയൊക്കെയോ ഏത് സ്ഥലത്തെ വെച്ചെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ പോലും തട്ടി തടഞ്ഞ് എങ്ങനെയോ തപ്പിപ്പിടിച്ച് വേണം എടുക്കാൻ. ഇപ്പോൾ ഒരു ബുക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിച്ചെടുക്കുന്ന അളമാരേന്ന് ആ ബുക്കായിരിക്കില്ല, വേറെ ആയിരിക്കും. എന്താ വെച്ചാൽ നമുക്കറിയില്ല, ഇരുട്ടല്ലേ. അതേ സമയത്ത് ആ റൂം എപ്പോഴും വെളിച്ചമുള്ള ഒരു മുറിയാണെങ്കിൽ അവിടെ തിരയേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. അത് ബ്രഹ്മനിഷ്ഠനായിക്കഴിഞ്ഞാൽ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന യാതൊരു കർമ്മങ്ങളും അയാളെ ബാധിക്കില്ല. കാരണം അയാൾ അതിൻ്റെ ഫലം ഇച്ഛിക്കുന്നില്ല. ഇത് പുണ്യപ്രവൃത്തിയാണോ പാപമാണോ ഒന്നും അവൻ അറിയുന്നേ ഇല്ല. കാരണം ഇതൊന്നും ഞാനെന്ന ശരീരത്തിലൂടെ, അല്ലേ, ഞാനെന്ന ഉപകരണത്തിലൂടെ ഭഗവാൻ എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടൂ. അപ്പോൾ ഈ ലോകത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ് അർജുന നിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ വിശ്വസിക്കണം. നീ എന്നെ വിശ്വസിക്കൂ. ഭഗവാൻ ഇപ്പോൾ ഇവിടെ ഗുരുനാഥനായിട്ടാണ്, അല്ലെങ്കിൽ അർജുനൻ്റെ ഒരു ഗുരു എന്നുള്ള ഭാവത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നീ എന്നിൽ വിശ്വസിക്കൂ. അപ്പോൾ ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് ഒരു ശിഷ്യൻ്റെ മുന്നിൽ ഒരു കള്ളവും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നീ ഇപ്പോൾ
ഞാൻ പറയണത് വിശ്വസിക്കൂ. കാരണം നീ നേരിട്ട് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും, അനുഭവം കൊണ്ടേ മനസ്സിലാവുള്ളൂ. നീ അനുഭവിക്കണമെങ്കിൽ ഞാൻ തൽക്കാലം ഗുരുനാഥനായിട്ടുള്ള ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ. അങ്ങനെ നീ വിശ്വസിച്ച് ശ്രദ്ധ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ട്, ശ്രദ്ധ അല്ലേ എല്ലാറ്റിലും നേരത്തെ പറഞ്ഞ ശ്രദ്ധ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പുണ്യം പാപം ഒന്നും നിന്നെ ഏശില്ല. അതുകൊണ്ട് ജ്ഞാനാവസ്ഥയിൽ നീ എത്തിക്കോളും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. തൽക്കാലം നീ ഈ കർമ്മങ്ങൾ ചെയ്യൂ. അർജുനൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അർജുനന് ബൂസ്റ്റ് കൊടുക്കുകയാണ്, ബൂസ്റ്റിങ്. എപ്പോഴും ഇങ്ങനെ ഉത്സാഹത്തോടെ ഇരിക്കാനും, അതായത് നീ എപ്പോഴെങ്കിലും അർജുനൻ ഇങ്ങനെ ഇത്തിരി ഡിപ്രഷനിലേക്ക് വരുന്നുണ്ടോ എന്ന് സംശയം തോന്നി അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അർജുന, അതുകൊണ്ട് നീ മനസ്സിലാക്കൂ, ഇതിലേക്ക് അനുഭവത്തിലേക്ക് നീ ജ്ഞാനം എന്നുള്ള ലെവലിലേക്ക് നീ എത്തണമെങ്കിൽ കർമ്മം ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രം ആ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കില്ല. അവിടെ ലാഭം, നഷ്ടം, പുണ്യം, പാപം ഇങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ സംശയാലുക്കൾക്കുള്ളതാണ്. നീ ഒരു സംശയാലു ആയതുകൊണ്ടാണ് ഞാൻ ബന്ധുക്കളെയല്ലേ കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞ് നീ ആദ്യം തൊട്ടേ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നിൻ്റെ സംശയം കൊണ്ടാണ് അർജുന. അതൊക്കെ വിട്ടേക്കൂ. ഞാൻ എന്ന ഗുരു ഉണ്ട്, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. നമ്മളെപ്പോഴും പറയല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടീച്ചറെ നമ്മൾ വിശ്വസിക്കണം ആദ്യം. ആ ടീച്ചറെ എനിക്ക് നല്ലതേ പറഞ്ഞു തരൂ എന്നുള്ള ഒരു വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ടീച്ചറോട് ഇഷ്ടമായി, ടീച്ചർക്ക് കുട്ടിയോട് ഇഷ്ടമായി, ആ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാൻ തോന്നും. നമ്മളൊക്കെ കിറാമുട്ടിയായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ മാത്സ് എന്നൊക്കെ പറഞ്ഞാലേ, ഞാൻ ആദ്യം തന്നെ പിള്ളേരോട് പറയാം അത് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റാണെന്നാണ്. അപ്പം പിന്നെ ആ ലെവലിൽ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ഇഷ്ടമായിട്ട് വരും. അങ്ങനെ വരുന്നുമുണ്ട് കേട്ടോ. അത് എൻ്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ 41 ശ്ലോകങ്ങളാണ് ചൊല്ലിയേക്കണത്. ഇനിയുണ്ട് ഒരു ശ്ലോകം കൂടെ ഈ അധ്യായത്തിൽ ബാക്കി അടുത്ത ദിവസം ചൊല്ലാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.